നമസ്കാരം, സ്റ്റാർഡസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷാജി കുഞ്ഞുമോൻ. പ്രധാന വാർത്തകൾ. അംഗൻവാടികളുടെ അടിസ്ഥാന പശ്ചാത്തല സൗകര്യം ഉറപ്പുവരുത്താൻ സർക്കാർ പരിശ്രമിച്ചിട്ടുണ്ടെന്ന് പി സുമോദ് MLA. വളർന്നുവരുന്ന കുട്ടികളുടെ ശാരീരിക മാനസിക വളർച്ചയ്ക്ക് അംഗൻവാടികളിലൂടെ കഴിയുന്നുണ്ടെന്നും പി സുമോദ്. പൊതുസ്ഥാപനങ്ങൾ പരിപാലിക്കുന്നതിന് സമൂഹത്തിന് പ്രതിബദ്ധതയുണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ. ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഇടത് സർക്കാർ ലക്ഷ്യം വെക്കുന്നതെന്നും കെ ബിനിമോൾ. ആലത്തൂർ വാനൂരിലെ അടിപ്പാത ജില്ലാ കളക്ടർ സ്ഥലം സന്ദർശിച്ചു. 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ദേശീയപാത അതോറിറ്റിയോട് കളക്ടറുടെ നിർദ്ദേശം. ആലത്തൂർ വാനൂരിൽ സ്കൂട്ടറിൽ കണ്ടെയ്നർ ലോറി ഇടിച്ച് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. ഭർത്താവിനും 2.5 വയസ്സുള്ള കുഞ്ഞിനും പരിക്ക്. ഇരട്ടുകുളം മണ്ണയംകാട്ടിൽ ദീപുവിന്റെ ഭാര്യ സുമയാണ് മരിച്ചത്. 42 വയസ്സായിരുന്നു. പുതുക്കോട് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ നവരാത്രി ഉത്സവത്തിന്റെ ഭാഗമായുള്ള ഗ്രാമവിളക്കുകൾ വർണ്ണാഭമായി. ചൊവ്വാഴ്ച നടക്കുന്ന പടിഞ്ഞാറേ ഗ്രാമവിളക്കോടുകൂടി ഗ്രാമവിളക്കുകൾക്ക് സമാപനമാണ്. വാർത്തകൾ വിശദമായി. അംഗൻവാടികളുടെ അടിസ്ഥാന പശ്ചാത്തല സൗകര്യം ഉറപ്പുവരുത്താൻ സർക്കാർ പരിശ്രമിച്ചിട്ടുണ്ടെന്ന് പി സുമോദ് MLA. കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടി കലോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓരോ അംഗൻവാടിയും മെച്ചപ്പെട്ട കേന്ദ്രം. അപ്പോൾ ഓരോ അംഗനവാടിയും മെച്ചപ്പെട്ട ഇങ്ങനെ ഓരോ അംഗനവാടിയും മെച്ചപ്പെട്ട മികവിന്റെ കേന്ദ്രമാക്കി മാറ്റാം. എല്ലാ സൗകര്യങ്ങളോടും കൂടി വീട്ടിലേക്കാൾ മികച്ച സൗകര്യങ്ങളുള്ള ഏറ്റവും മികച്ച കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ഉള്ള നിലയിലെ ഇടപെടലാണ് ജനപ്രതിനിധികളെയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രതിസന്ധി പൊതുവെ നമ്മുടെ അംഗനവാടികൾ നേരിടുന്ന കുട്ടികളുടെ കുറവാണ്. അപ്പോൾ കുട്ടികളെ കൂടുതൽ ഉള്ള കുട്ടികളെ അംഗനവാടിയിലേക്ക് എത്തിക്കാം. എല്ലാ രക്ഷിതാക്കളും വാർഡ് മെമ്പർമാരുമെല്ലാം തുലഞ്ഞിറങ്ങിയാൽ നമുക്ക് നല്ല നിലയിൽ ഈ മേഖലയെ കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. വളർന്നുവരുന്ന കുട്ടികളുടെ ശാരീരിക മാനസിക വളർച്ചയ്ക്ക് അംഗൻവാടികളിലൂടെ കഴിയുന്നുണ്ടെന്നും പി സുമോദ് പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് M സുമതി ടീച്ചർ അധ്യക്ഷയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KR മുരളി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സോമസുന്ദരൻ, ICDS സൂപ്പർവൈസർ സുഭാഷിണി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ അംഗൻവാടികളിലെ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി.